പ്രിയപ്പെട്ട സീറോ മലബാർ സഭാ വിശ്വാസികളെ, പിതാക്കന്മാരെ, ബസിലിക്ക സെൻറ് മേരീസ് ദേവാലയത്തോട് ചേർന്ന് 22 ദിവസമായി വിശ്വാസികൾ സമരം നടത്തുന്ന സമരപന്തലിൽ നിന്നാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 5-ാം തീയതി ഈ അതിരൂപത ആസ്ഥാനത്ത് നടന്ന കാനോനികമല്ലാത്ത വൈദിക സമിതി തടയാനെത്തിയവരാണ് ഞങ്ങൾ. സഭാ തലവനെതിരെ വ്യാജരേഖ ചമച്ചവരും പിതാക്കന്മാരുടെ കോലം കത്തിച്ചവരും മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിക്കെറിഞ്ഞവരും പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ജോൺ തോട്ടുപുറം അച്ഛനെ അൾത്താരയിൽ നിന്നും ചവിട്ടി സാക്രിസ്റ്റിയിലേക്ക് തള്ളിയിട്ടവരും 16 മണിക്കൂർ ബസിലിക്കയുടെ ബലിപീഠത്തിൽ ആഭിചാര കുർബാന അർപ്പിച്ചവരും മാർപ്പാപ്പയെ അനുസരിക്കാത്തവരുമായി വൈദികർ നടത്തുന്ന വൈദിക സമിതി സമ്മേളനത്തെയാണ് വിശ്വാസികൾ തടയാൻ ശ്രമിച്ചത്. കാരണം വിശ്വാസികൾ അവരെ വൈദികരായി അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ്. അങ്ങനെയൊരു വൈദിക സമിതി നടത്താൻ തീരുമാനിച്ചാൽ വിശ്വാസികൾ അതിനെ തടയുമെന്ന് പാമ്പ്ളാനി പിതാവിനെ അറിയിച്ചിരുന്നതുമാണ്. എന്നാൽ ധാർഷ്ട്യത്തോടെ സമ്മേളനത്തിനെത്തിയ പാമ്പ്ളാനി പിതാവ് അരമനയ്ക്ക് പുറത്തുണ്ടായിരുന്ന 40-ൽ പരം വിശ്വാസികളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ബസിലിക്ക അങ്കണത്തിൽ നിന്ന് പിരിഞ്ഞു പോകാതെ അവിടെ തുടർന്ന വിശ്വാസികളെ നിർബന്ധമായി രാത്രി 8:30 മണിയോടെ പോലീസ് പുറത്താക്കി. പള്ളിയുടെ സംരക്ഷണം അവർ നോക്കിക്കൊള്ളാമെന്ന് വിശ്വാസികളോട് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സംശയം തോന്നി തിരിച്ചു വന്ന ഇടവാംഗങ്ങൾ കണ്ടത് 22ഓളം പോലീസിൻ്റെ സഹായത്തോടെ കപ്പ്യാരടക്കം ഏകദേശം 6 പേർ മണവാളനച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ബസിലിക്ക ദേവാലയത്തിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് അവിടെ ഇഷ്ടാനുസരണം വിഹരിക്കുന്നതായിട്ടാണ്. ഇതിനെ ചോദ്യം ചെയ്യാനെത്തിയ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന 12ഓളം വിശ്വാസികളെ പോലീസ് നിഷ്ഠൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു. പലരും ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടേണ്ട അവസ്ഥയിലുമായി. അന്നു മുതൽ ബസിലിക്ക ദേവാലയത്തിൻ്റെ സംരക്ഷണവും അതുപോലെ ട്രാൻസ്ഫറും കൂദാശ വിലക്കും സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടും പോകാതെ കേരള പോലീസിൻ്റെ സംരക്ഷണത്തിൻ്റെ ബലത്തിൽ മാത്രം അവിടെ താമസിക്കുന്ന മണവാളനച്ഛനെ പുറത്താക്കുക, ഏകീകൃത കുർബാന പൂർണ്ണമായി ബസിലിക്കയിലും അതിരൂപതയിലും നടപ്പിലാക്കുക, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ചെയ്ത വൈദികർക്കെതിരെ നടപടികളെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി അവിടെ തുടരുന്ന സത്യവിശ്വാസികളെ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് തളർത്താനും ഉപദ്രവിക്കാനുമാണ് പാമ്പ്ളാനി പിതാവ് ശ്രമിക്കുന്നത്. പാമ്പ്ളാനി പിതാവിനോടും തട്ടിൽ പിതാവിനോടും ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഞങ്ങളുടെ ഭാഗത്തുള്ളത് സത്യവും ന്യായവും കറകളഞ്ഞ വിശ്വാസവും. നിങ്ങളുടെ ഭാഗത്ത് രാഷ്ട്രീയ ശക്തികളും പോലീസും സാമ്പത്തിക സ്രോതസ്സുകളും. ഇതിൽ ഏത് വിജയിക്കുമെന്നാണ് പിതാക്കന്മാരെ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾക്ക് സഹായം മേൽപ്പറഞ്ഞ സ്രോതസ്സുകളാണ്. പക്ഷേ ഞങ്ങളുടെ സഹായം എവിടെ നിന്നാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിന്ന്. ഇത് മാത്രം പിതാക്കന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.